കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ് തിരൂർ സതീഷ്. 1.5 കോടി രൂപ പാർട്ടി ഓഫീസിൽ സൂക്ഷിച്ചുവെന്നും ഈ പണം എന്തു ചെയ്തുവെന്നും വെളിപ്പെടുത്തണമെന്നും സതീഷ് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ 6 ചാക്കുകളിലായി കൊണ്ടുവന്നു എന്നതായിരുന്നു തന്റെ മൊഴിയെന്നും തിരൂർ സതീഷ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വെളിപ്പെടുത്തലിന്റെ അനുബന്ധ രേഖകൾ തൽക്കാലം പ്രദർശിപ്പിക്കുന്നില്ല എന്നും അത് പോലീസ് അന്വേഷണത്തിൽ ബാധിക്കുമെന്നും കള്ളപ്പണം തടയുമെന്നും പറഞ്ഞ് അധികാരമേറ്റ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കള്ളപ്പണം സൂക്ഷിച്ചതെന്നും പ്രധാനമന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ കള്ളപ്പണം സൂക്ഷിച്ച ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടേണ്ടതല്ലേ എന്നും സതീഷ് ചോദിക്കുകയാണ്. താൻ കൊണ്ടുവന്ന 9 ചാക്കിൽ 3 ചാക്ക് ജില്ലാ ട്രഷറർ 3 പേർക്ക് കൈമാറിയിരുന്നു. എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്കറിയില്ല. ധർമ്മരാജൻ പണം എത്തിച്ച ദിവസം തന്നെയാണ് 3 ചാക്കുകൾ ഓഫീസിൽ നിന്നും കൊണ്ടുപോയതെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 1.5 കോടി രൂപ ഒരു ചാക്കിലും ബിഗ് ഷോപ്പറിലുമായി കൊണ്ടുപോയെന്നും ഈ 1.5 കോടിയും ചാക്കിലും ബിഗ് ഷോപ്പറിലും ആയി കൊണ്ടുപോയത് എവിടേക്കാണെന്നുമാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന 1.5 കോടി ആരൊക്കെ ചേർന്നാണ് വീതം വെച്ചതെന്ന് കൂടി സതീഷ് ചോദിക്കുകയാണ്. ഈ പണം ആരെല്ലാം ചേർന്ന് വീതം വെച്ചു എന്നും പോലീസ് അന്വേഷിക്കണമെന്നും സതീഷ് ആവശ്യപ്പെട്ടു. ബി.ജെ.പി മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെയായിരുന്നു വീണ്ടും കൊടകര കള്ളപ്പണ കേസ് ചർച്ചയായി മാറിയത്. കൊടകരയിൽ കുഴൽപ്പണവുമായി എത്തിയത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നു എന്നാണ് സതീഷ് വെളിപ്പെടുത്തിയത്. ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് വെളിപ്പെടുത്തിയതാണ് പിന്നീട് വിവാദമായി മാറിയത്. ആരോപണത്തിന് പിന്നാലെ സതീഷിനെ തള്ളിക്കൊണ്ട് ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രനും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറും രംഗത്തേക്ക് വന്നിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി.ജെ.പിക്കായി കേരളത്തിലെത്തിച്ച് വിതരണം ചെയ്തത് 41.4 കോടിയാണെന്ന കേരള പോലീസിന്റെ റിപ്പോർട്ടിന് കേന്ദ്രത്തിൽ പൂർണ്ണ അവഗണന ഉണ്ടായിരുന്നു. കേരള പോലീസ് മേധാവി 2022 ജൂണിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ED, ആദായ നികുതി വകുപ്പ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവയ്ക്ക് റിപ്പോർട്ട് അയച്ചത്. 2.5 വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബി.ജെ.പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് വീണ്ടും ആ കേസ് ചർച്ചയായി മാറിയത്. കൊടകരയിൽ കുഴൽപ്പണവുമായി എത്തിയത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടെന്നായിരുന്നു സതീഷ് വെളിപ്പെടുത്തിയത്. ചാക്കുകെട്ടുകളിലാണ് പണം എത്തിച്ചതെന്ന് കൂടി അയാൾ വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. കൂടാതെ അവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. ആരോപണത്തിന് തൊട്ടു പിന്നാലെ സതീഷിനെ തള്ളി ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ രംഗത്ത് വന്നെങ്കിലും അതൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വെളിപ്പെടുത്തലുകളായിട്ട് സതീഷ് രംഗത്തേക്ക് വരികയാണ്. കേസിൽ തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. ബി.ജെ.പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിർദ്ദേശവും നൽകി. കഴിഞ്ഞ ദിവസമായിരുന്നു മൊഴിയെടുപ്പ് നടന്നത്. ആ മൊഴിയെടുപ്പിലായിരുന്നു ആ 1.5 കോടിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ സതീഷ് ചോദിക്കുന്നതും. ഈ മൊഴി അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുമെന്ന് നിയമോപദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പാർട്ടിയിൽ നിന്നും പുറത്താണ് തിരൂർ സതീഷ്. കൊടകരയിൽ 3.5 കോടി പിടിച്ചെന്ന വിവരം പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. ബി.ജെ.പി തെരഞ്ഞെടുപ്പിലേക്കായി 41 കോടി രൂപ എത്തിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തിലൂടെ അറിയിച്ചിരുന്നു. 9/8/2021 റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കുഴൽപ്പണം കടത്തിയതിൽ ബി.ജെ.പി നേതാക്കൾക്കുള്ള പങ്ക് സംബന്ധിച്ച് വിശദമായ വിവരങ്ങളും ഇതിലുണ്ടായിരുന്നു. എന്നിട്ടും ഇതുവരെയും ഈ വിവരത്തെ അടിസ്ഥാനമാക്കി ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത.